G&G വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ തിരുവല്ലയിലെ പ്രശസ്തമായ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മുത്തൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രം. പരമപ്രകൃതിയാകുന്ന ശക്തി ചൈതന്യവും പരമപുരുഷരാകുന്ന പരമേശ്വര ചൈതന്യവും യഥായോഗ്യം ഒത്തുചേരുന്ന പുണ്യസങ്കേതമാണ് ഇത്. രുരുജിത് വിധാനത്തിൽപ്പെട്ട പ്രധാന 5 ക്ഷേത്രങ്ങളിൽ കൊടുങ്ങല്ലൂർ, തിരുമണ്ടാംകുന്ന്, മടായിക്കാവ്, പനയന്നാർക്കാവ്, മുത്തൂറ്റുകാവ് എന്നിവയിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ഉപദേവതാ സാന്നിധ്യങ്ങൾ ഗണപതി, ക്ഷേത്രപാലകൻ, സപ്തമാതൃക്കൾ എന്നിവരും പരിവാര പ്രതിഷ്ഠ കാലിയക്ഷിയമ്മ, ചിറ്റ, ചിരുത, നാഗരാജാവ്, നാഗയക്ഷി, തലബന്തി, സർപ്പസാന്നിധ്യം എന്നിവയും ഉണ്ട്. ഒരു പഴയ ചൊല്ല് അനുസരിച്ച് ഈ ക്ഷേത്രങ്ങളിൽ ദേവിയുടെ പ്രധാന സാന്നിധ്യം ഇപ്രകാരമാണ്: കൊടുങ്ങല്ലൂരിൽ പുലർച്ചെയും, വാരനാട്ടിൽ ഉച്ചയ്ക്കും, മുത്തൂരിൽ സന്ധ്യയ്ക്കും, പനയന്നാർക്കാവിൽ അർദ്ധരാത്രിയുമാണ് ദേവീ സാന്നിധ്യം ഉള്ളത്. മുത്തൂർ ദേവീക്ഷേത്രത്തിൽ ശ്രീ ഭദ്രകാളിയെ അഷ്ടബാഹുക്കളിൽ ഒന്നിൽ ദാരികനെ കൊന്നതിനു ശേഷം അവന്റെ തല പിടിച്ചിരിക്കുന്നതായ രൂപത്തെ ആരാധിക്കുന്നു. ദേവിയുടെ കോപം ശമിപ്പിക്കുന്ന മക്കളായ സുന്ദരിയും സുമുഖിയും ഉണ്ട്. ദേവീക്ഷേത്രത്തിൽ ഒരു മാതൃശാലയുണ്ട്. അവിടെ സപ്തമാതൃക്കളായ ഭ്രാമി, മഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വരാഹി, ഇന്ദ്രാണി, ചാമുണ്ഡി എന്നിവരുടെ സാന്നിധ്യവുമുണ്ട്. ഗണപതിയെയും വീരഭദ്രനെയും ആരാധിക്കുന്നു. മുത്തൂർ ദേവി ക്ഷേത്രത്തിന്റെ നിർമ്മാണം അപൂർവമാണ്. വസൂരിമലയുടെ വാസസ്ഥലം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു മാളികപ്പുറം മുകളിൽ നിലയിലുണ്ട്. നാലമ്പലത്തിനുള്ളിൽ ഒരു ശിവൻ കോവിലുണ്ട്. ഗണപതിക്കും ക്ഷേത്രപാലകനും കോവിലുണ്ട്. നാലമ്പലത്തിനു പുറത്ത് ദേവി ശ്രീ കോവിലിന് എതിർവശത്തായി ഒരു കാലയക്ഷി ക്ഷേത്രമുണ്ട്. നാലമ്പലത്തിന് പുറത്ത് ചിറ്റ, ചിരുത എന്നീ ദേവതകളും നാഗത്താന്മാരുമുണ്ട്. ശ്രീ മൂലസ്ഥാനം മുത്തൂർ ജംഗ്ഷനും ഇളംകാവ് മുത്തൂരിലെ ആൽത്തറയുമാണ്. മുത്തൂർ NSS കരയോഗം നമ്പർ 734 ക്ഷേത്രത്തിന്റെ ഉടമസ്ഥയിലുള്ളതും ഭരിക്കുന്നതും. തിരുവല്ല ടൗണിൽ നിന്നും KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും 1.5 കിലോമീറ്റർ വടക്ക് മാറിയാണ് മുത്തൂർ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മുത്തൂർ MC റോഡ് തിരുവല്ലയ്ക്കും ചങ്ങനാശ്ശേരിക്കും ഇടയിലാണ് ഈ ക്ഷേത്രം. മുത്തൂർ ജംഗ്ഷനിൽ നിന്നും 1 ഫർലോങ് കിഴക്കാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്ര പ്രദക്ഷിണം: ശിവനടയിൽ കൂടി പ്രവേശിച്ച് ശിവങ്കൽ തൊഴുത് ദേവീനടയുടെ വലതുവശത്തുകൂടി ഗണപതിയെ തൊഴുത് ശിവക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്തുള്ള ഓവ് വരെ വന്ന് തൊഴുതതിനു ശേഷം ശിവനടയുടെ വലതുവശത്തുകൂടി വന്ന് ക്ഷേത്രപാലകനെ തൊഴണം. തുടർന്ന് ശിവങ്കൽ പ്രദക്ഷിണം പൂർത്തിയാക്കണം. അതിനുശേഷം സപ്തമാതൃക്കളെ തൊഴുത് അനുവാദവും വാങ്ങി ദേവിയെ തൊഴാവുന്നതാണ്. ദേവിയെ തൊഴുതതിനു ശേഷം ദേവീനടയിലൂടെ പുറത്തേക്കിറങ്ങണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.